ആളിപ്പോഴും കാണാൻ മറയത്താണ്. ആ സസ്പെൻസ് അങ്ങ് പൊളിക്കുക എന്ന് നമ്മളും ഈ ചേട്ടനും ഒക്കെ ഇവിടെയുള്ള നെട്ടൂരുകാരൊക്കെ ഇങ്ങനെ പലതവണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ആ റിസൾട്ട് വന്നപ്പോൾ മുതൽ ആരാണ് അയാളെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇന്നലെ CCTV ദൃശ്യങ്ങളൊക്കെ എല്ലാവരും നോക്കിയിരുന്നു. കാരണം ഈ കടയിൽ ഏതാണ്ട് ഈ തട്ടിലാണ് ആ ടിക്കറ്റ് ഉണ്ടായിരുന്നത്. ഈ ഭാഗത്ത് നിന്ന് ഈ സീരീസിലുള്ള ടിക്കറ്റുകൾ എടുത്ത ആളുകളുടെ CCTV ദൃശ്യങ്ങളൊക്കെ ഇന്നലെ ലതീഷ് ചേട്ടനും ഇവിടെയുള്ള മറ്റാളുകളും ഒക്കെ നോക്കി. അങ്ങനെ കുറച്ച് പേരുടെ മുഖമൊക്കെ അവരുടെ മനസ്സിൽ വന്നു. പക്ഷേ ആ ആളുകളെ വിളിച്ചപ്പോൾ ഞങ്ങളൊന്നുമല്ല, ഞങ്ങളുടെ കയ്യിലുള്ള ടിക്കറ്റിന് അടിച്ചില്ലെന്ന നിരാശയാണ് അവരൊക്കെ ഇന്നലെ പങ്കുവെച്ചത്. അതുകൊണ്ട് തന്നെ ആരാണ് ആ ഭാഗ്യവാൻ, 25 കോടിയുടെ ടിക്കറ്റ് കയ്യിൽ പിടിച്ച് ഒളിച്ചിരിക്കുന്ന ആളാരാണ് എന്നൊക്കെയാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതാരാണ് എന്നറിയാനുള്ളൊരു കാത്തിരിപ്പാണ്. ഇന്നലെ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായത്, അതിൻ്റെ മറ്റു സീരിയസ് ആയ TH-നാണ് അടിച്ചത്. TD-യും മറ്റു സീരിയസും ഒക്കെയായി സമാശ്വാസ സമ്മാനം തേടി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ എത്തിയിരുന്നു. 5 ലക്ഷം രൂപ 2 പേർക്ക് കിട്ടിയ, ഒരു വെസ്റ്റ് ബംഗാൾ സ്വദേശിക്കും മറ്റൊരാൾക്കുമാണ്. അവർക്കൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു, ചെറിയ ജസ്റ്റ് മിസ് എന്നൊക്കെ പറയില്ല, അതുപോലെ 25 കോടി നഷ്ടമായതിൻ്റെ. നമുക്ക് ലതീഷ് ചേട്ടനോട് ചോദിച്ചു നോക്കാം. 2.5 കോടി ചേട്ടൻ ഉറപ്പായി, പക്ഷെ 25 കോടി കിട്ടിയ ആൾ ആരാണ്? എന്തെങ്കിലും സൂചനയുണ്ടോ? ഒരു സൂചനയില്ല, സത്യമായിട്ടും ഒരു സൂചനയില്ല. സൂചന കിട്ടിയ എനിക്കും പറയാനുള്ള, എൻ്റെ കടയിൽ നിന്ന് എടുത്ത് കിട്ടിയല്ല, അപ്പം അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. പക്ഷെ ആരാണെന്ന് അറിയില്ല. 4 സീരിയൽ ടിക്കറ്റാണ് ഞാൻ വിറ്റത്. അതിൽ 3 സീരിയലിൻ്റെ 5 ലക്ഷം കിട്ടിയാണ് ആളും വന്നിട്ടുണ്ട്. പക്ഷേ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഒരാൾ മലയാളി, ഞാൻ കുമ്പളത്തുള്ളതാണ്. അയാൾക്ക് ശശിചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ഏജൻറ്റ് വിറ്റതാണ് നമ്മുടെ. പുള്ളി വിറ്റ ആൾക്കും ആളെ വന്നു. ഈ ഫസ്റ്റ് വിറ്റ ആളെ മാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല. ആളെ CCTV ഒക്കെ നോക്കി നമ്മളെ മനസ്സിൽ കുറച്ച് മുഖങ്ങളൊക്കെ വന്നു, പക്ഷെ അത് തെളിഞ്ഞില്ല. അവരൊന്നും അല്ല, 3 പേരെ ഞാൻ ക്രിയ ചെയ്ത, 3 പേരും അല്ല. അതല്ല ആളിപ്പോഴും ആ ബമ്പറും കൈ പിടിച്ചിരിപ്പാണ്. ആള് തിങ്കളാഴ്ച രാവിലെ ഒന്നെങ്കിൽ ഏതെങ്കിലും ബാങ്കിലോ അല്ലെങ്കിൽ സൊസൈറ്റിയിലോ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ആളാരാണെന്ന്. ഇതുവരെ നമുക്കറിയില്ല കേട്ടോ, ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല ആളാരാണെന്നുള്ള. ഏതെങ്കിലും കോള് വരുമെന്നൊരു പ്രതീക്ഷയിലാണ് ചേട്ടന് അല്ലേ? ആ ഭാഗ്യവാൻ അറിയാൻ ഒരു അറിഞ്ഞിരിക്കാനുള്ള ആകാംക്ഷ, അത്രയേ ഉള്ളൂ, അതിൽ കൊള്ളൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ, ലതീഷ് ചേട്ടൻ പറഞ്ഞതുപോലെ, നമുക്കിത് ആരാണ് എന്നറിയാൻ ഒരു സസ്പെൻസ് ഉണ്ട്. പക്ഷേ ഭാഗ്യവാൻ ഒരു പക്ഷേ അങ്ങനെ ഒരു ആകാംക്ഷയോ കൗതുകം ഉണ്ടാവില്ല. കാരണം അത് വെളിപ്പെടുത്തിയാലുണ്ടാവുന്ന പൊല്ലാപ്പ്, മറ്റു പ്രശ്നങ്ങളൊക്കെ ആൾക്കറിയാം. അതുകൊണ്ട് ഒരു പക്ഷേ ആള് വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമെടുത്ത് ഒളിച്ചിരിക്കുകയായിരിക്കും. ഒരു കാര്യം, എന്തായാലും ഒരു നെട്ടൂരുകാരനായിരിക്കുമെന്ന് ഉറപ്പാണല്ലോ. ഇവിടെ നിന്ന് അങ്ങനെ മറ്റാളുകൾ എടുക്കാറില്ലെന്ന് പറഞ്ഞാൽ പൊതുവേ നെട്ടൂരുകാരനെ നമുക്ക് സെയിൽ കൂടുതൽ. നമ്മൾ ബൈപ്പാസിലൊന്നും അല്ലല്ലോ ഇവിടെ, അല്ലാതെ വരുന്നത് വലിയ ഇവിടെ വരുന്ന തൊഴിൽ വരുന്ന പണിക്ക് വരുന്ന ആൾക്കാരാണ് എടുക്കുക. ഇത് 4-ാം തീയതി കഴിഞ്ഞ് പോയേക്കുന്ന ടിക്കറ്റാണ്. അതുകൊണ്ട് അല്ല, 4-ാം തീയതിക്ക് മുമ്പ് വിറ്റുപോയേക്കുന്ന ടിക്കറ്റാണ്. 1-ാം തീയതി നറുക്കെടുപ്പ് തീയതിക്ക് ശേഷം ചേട്ടൻ പോയി എടുത്തു കൊണ്ടുവന്ന ടിക്കറ്റുകളാണ്. അപ്പോൾ അത് ഇവിടെയുള്ള ആൾക്കാരാണ് പൊതുവേ ഉള്ളത്. കാരണം മറ്റുള്ളത് ലാസ്റ്റ് ടൈമാണ് ഇവിടെ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് ടിക്കറ്റ് എടുത്തത്. അതുകൊണ്ട് നെട്ടൂരുകാരനായിരിക്കും, ഉറപ്പാണ്. ഇന്നലെ സുഹൃത്തുക്കളൊക്കെ പല പേരുകളും പറയുന്നുണ്ടായിരുന്നു. അവരൊക്കെ വിളിച്ച് അന്വേഷിച്ചു. അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കാനപ്പോൾ ഞാൻ ഓർത്ത് അവർക്കായിരിക്കും എന്നുള്ളത്. അതിനുശേഷം അവരെല്ലാവരും ഇവിടെ വന്ന് അവർക്കല്ലെന്ന് പറഞ്ഞു. അവർ ഹോസ്പിറ്റലിലായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ. ഇന്നലെ ആഘോഷമൊക്കെ നടന്നോ? 2.5 കോടിയുടെ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് കാശ് കിട്ടിയാൽ എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാവരും അത് വേണ്ട, ലതീഷ് ഇതിനൊക്കെ അർഹതപ്പെട്ട് തന്നെയാണെന്നുള്ള രീതിയിൽ എല്ലാവരും നമ്മളോട് പറഞ്ഞു. കൂട്ടുകാരൊക്കെ ചേർത്ത് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന കേട്ടിരുന്നു, അതുണ്ടോ? ഉടനെ അവരെന്ന് പറയുന്നു കാശ് കിട്ടുന്ന എന്ന് പറയുന്നത് അന്ന് അവരാണ്ട് പോകും. ലതീഷ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട് അധികമായില്ല. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇവിടെ. ഇന്നലെ നമ്മൾ ആ സന്തോഷവും ആഘോഷവും ഒക്കെ കണ്ടതാണ്. എല്ലാവരും ഇവിടെ ഓടിയെത്തുകയും ലതീഷ് ചേട്ടനെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടതാണ്. അവർ ചേർന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് 2.5 കോടി കിട്ടിയതിൻ്റെ സന്തോഷമാണ്. പക്ഷേ പൂജ ഇപ്പോഴും ആ ഭാഗ്യവാൻ ഇവിടെ എവിടെയോ ഉണ്ട്. ഈ കൂട്ടത്തിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇതാ ഇവരൊക്കെ സ്ഥിരം എടുക്കുന്ന ആളാണ്, ഇവിടുന്ന് സ്ഥിരം ലോട്ടറി എടുക്കുന്ന ആളാണ്. ബമ്പർ എടുത്തിരുന്നു. ജസ്റ്റ് മിസ്സാണോ? അത് ആ പരിസരത്ത് പോലും വന്നില്ല. നിരാശയുണ്ട്. ആരായിരിക്കും ഈ ബമ്പർ കിട്ടിയെന്നൊരു സൂചന ഉണ്ടോ? എങ്ങനെയായാലും നെട്ടൂരുള്ള ആള് തന്നെ ആയിരിക്കുള്ളൂ. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു സംശയം ഞങ്ങൾക്ക്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കണത് നെട്ടൂക്കാരാണ് ഇവിടെ നിന്ന് എടുക്കണത്. പിന്നെ അബദ്ധവശാൽ ആരെങ്കിലും വന്ന് അങ്ങനെ എടുത്തു. ഭാഗ്യവാൻ എല്ലായിടത്തും പുറത്തുണ്ടെങ്കിൽ അവന്റെ ലക്ക് തന്നെയാണ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത്. കൗതുകമുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ്, ഒരു കടയിൽ വിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്ന ഒരു കടയായിട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്ന ഒരു കടയാണ്. അത് അവൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ഇതിനു മുമ്പ് തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവന് 1 കോടി രൂപ അടിച്ചായിരുന്നു. ചേട്ടൻ എന്താ ആളെ ചൂണ്ടിക്കാണിക്കുന്നതിന്? ആളെങ്ങാനും ആണോ? ചേട്ടനെങ്ങാനും എടുത്തിട്ടില്ല എന്നാ പറയുന്നത്. ആണല്ലേ?
ഓക്കെ, എന്തായാലും പൂജ അതൊരു രസകരമായ കാഴ്ചയായിരുന്നു ഇന്നലെ മുതൽ. കാരണം ഇവിടെ ഉള്ളവരൊക്കെ സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടി നീയല്ലേ നിനക്കല്ലേ ബമ്പർ അടിച്ച് എന്നൊരു ചോദ്യമായിരുന്നു ഇന്നലെ മുതലുള്ളത്. എന്തായാലും ഈ നെട്ടൂർ എവിടെയോ ആ ഭാഗ്യവാൻ ഒളിച്ചിരിപ്പുണ്ട്. നമുക്ക് ആ സസ്പെൻസ് അങ്ങ് പൊളിക്ക് തേങ്ങ ഉടക്കി എന്നൊക്കെ പറയാം. പക്ഷേ 25 കോടിയാണ് കയ്യിലുള്ളത്. അതുകൊണ്ട് ഒരു പക്ഷേ ബുദ്ധിപരമായി ആള് ആ ടിക്കറ്റും കൈവശം വെച്ചിരിക്കുകയായിരിക്കും. പ്ലാനുകളൊക്കെ ഒരുപാട് കൂട്ടുന്നുണ്ടാവും. എന്തായാലും ഭാഗ്യവാന് താല്പര്യമുണ്ടെങ്കിൽ ആളുടെ മുഖം പുറത്തു വരട്ടെ, ഇല്ലെങ്കിൽ അയാൾ രഹസ്യമായ ഒളിഞ്ഞിരിക്കുന്ന ശരിയാണ്, വരുമോ ഇല്ലയോ എന്നുള്ളത് കൗതുകമുള്ള ഒരു കാര്യം തന്നെയാണ്.